എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം? അപ്പോൾ വീക്ക് തുടങ്ങി അല്ലേ? വീണ്ടും വർക്കൊക്കെ തുടങ്ങി എല്ലാവർക്കും. ഓക്കെ, ക്യാമറ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോട്ടെ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്നും മൂവ് ഓൺ ചെയ്തു പോകാൻ സാധിക്കാത്തത്? നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്ന കാര്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം. Why you are not able to move on from this relationship? ഓർക്കുക, അതൊരു ജനറൽ ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി ഈ റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ആവാൻ ശ്രമിക്കരുത് കേട്ടോ. ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുമ്പോഴേ നിങ്ങളുടെ യഥാർത്ഥ സിറ്റുവേഷൻ എന്താണെന്നൊക്കെ മനസ്സിലാവുള്ളൂ. കാര്യം എന്താ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ വരുന്ന റീഡിംഗ് എന്ത് തന്നെ ആയാലും, പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും, അത് ഒരു ന്യൂട്രലായിട്ട് നിന്ന് മനസ്സിലേക്ക് എടുത്താൽ മതി എന്നാണ് പറയാൻ ഉദ്ദേശിച്ചത് കേട്ടോ. തുടങ്ങാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സ് ഇൻ ദ പേഴ്സൺ. തുടങ്ങാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിന് അവരുടെ റിലേഷൻഷിപ്പിൽ നിന്നും മൂവ് ഓൺ ചെയ്ത് പോകാൻ സാധിക്കാത്തതിൻ്റെ റീസൺ പറഞ്ഞു തരും. എന്തുകൊണ്ടാണ് എൻ്റെ വ്യൂവേഴ്സിന് അവരുടെ റിലേഷൻഷിപ്പിൽ നിന്നും മൂവ് ഓൺ ചെയ്ത് പോകാൻ സാധിക്കാതെ വരുന്നത്? എന്തുകൊണ്ടാണ് അവർക്ക് അവരുടെ റിലേഷൻഷിപ്പിൽ നിന്നും മൂവ് ഓൺ ചെയ്ത് പോകാൻ സാധിക്കാത്തത്? നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, ദ മൂൺ, നൈറ്റ് ഓഫ് വാൻഡ്സ്, സ്ട്രെങ്ത്, ദ സൺ, നയൻ ഓഫ് സ്വാർഡ്സ്, ഫൈവ് ഓഫ് പെൻറ്റക്കിൾസ്, ഓക്കെ, കിങ് ഓഫ് സ്വാർഡ്സ്, സിക്സ് ഓഫ് സ്വാർഡ്സ്. ക്ലാരിഫൈ ചെയ്ത് തന്നെ മുന്നോട്ട് പോകാം കേട്ടോ. എന്തുകൊണ്ടാണ് അവിടെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വന്നത്? ഡിവൈൻ, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വരാനുണ്ടായ സാഹചര്യം എന്താണ് അവിടെ? എന്തുകൊണ്ടാണ് എൻ്റെ വ്യൂവേഴ്സിന് മൂവ് ഓൺ ചെയ്ത് പോകാൻ സാധിക്കാത്തത്? കിങ് ഓഫ് കപ്സ്, ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, സ്ട്രെങ്ത്. കാരണം നിങ്ങൾ ഈ സ്നേഹബന്ധത്തിൽ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ അതെങ്ങനെയെങ്കിലും പോകട്ടെ എന്ന് വിചാരിച്ച് ഉപേക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. കാരണം നിങ്ങൾ ഒരുപാട് ക്ഷമയും കാര്യങ്ങളും എല്ലാം മാക്സിമം അഡ്ജസ്റ്റ്മെൻറ്റും എല്ലാം ചെയ്തിട്ടാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഇതുവരെ മുന്നോട്ട് പോയത്. തുടക്കം മുതൽ, ആദ്യം മുതൽ തന്നെ നിങ്ങൾ ഒരുപാട് അവരെ സ്നേഹിച്ചിട്ടുണ്ട്, ഒരുപാട് സഹിച്ചിട്ടുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ക്ഷമിച്ചിട്ടുണ്ട്, ഒരുപാട് എഫേർട്ട് നിങ്ങൾ ഈ റിലേഷനിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ റിലേഷൻ അങ്ങനെ ഇട്ടിട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ആ റിലേഷനിൽ തുടർന്ന് പോകുന്നത് കേട്ടോ. ക്ലാരിഫൈ ദ മൂൺ, ക്ലാരിഫൈ ദ മൂൺ, ക്ലാരിഫൈ ദ മൂൺ. എന്തുകൊണ്ടാണ് എൻ്റെ വ്യൂവേഴ്സിന് റിലേഷൻഷിപ്പിൽ നിന്നും മുന്നോട്ട് പോകാൻ സാധിക്കാത്തത്? Knight of Swords, Three of Swords, Seven of Pentacles. കാരണം നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് വെച്ച് പുലർത്തുന്ന ഒരാളാണ്. അവർക്ക് ഫൈനാൻഷ്യൽ സ്ട്രഗിൾ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള തിരക്കുകൾ അങ്ങനെയൊക്കെ ഒരുപാടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ. ഓക്കെ, ലോങ് ഡിസ്റ്റൻസും ആയിരിക്കാം. അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഇൻസെക്യൂരിറ്റീസ് അതിനകത്ത് ഒരുപാടുണ്ട്. എന്നിരുന്നാലും നിങ്ങളെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ സഡനായിട്ട് മൂവ് ഓൺ ചെയ്ത് പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരാളാണ്. അവർ ഓൾറെഡി ഇൻസെക്യൂർ ആണ്, അവരുടെ ഹൃദയം തകർന്നു പോകും. അവർക്ക് വല്ലാത്തൊരു ഹാർട്ട് ബ്രേക്ക് ആയിരിക്കും. അവരെ വേദനിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ റിലേഷനിൽ എന്ത് തന്നെ എഫേർട്ട് ഇടാനും നിങ്ങൾ തയ്യാറാണ് എന്ന് തന്നെ നിങ്ങൾ വിചാരിക്കുന്നു കേട്ടോ. ആ റിലേഷൻ തുടർന്ന് പോകണമെന്ന് തന്നെ നിങ്ങൾ വിചാരിക്കുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. ക്ലാരിഫൈ നൈറ്റ് ഓഫ് വാൻഡ്സ്, ക്ലാരിഫൈ നൈറ്റ് ഓഫ് വാൻഡ്സ്, ക്ലാരിഫൈ നൈറ്റ് ഓഫ് വാൻഡ്സ്. കിങ് ഓഫ് വാൻഡ്സ്, ഹാങ്ഡ് മാൻ, പേജ് ഓഫ് വാൻഡ്സ്. നിങ്ങൾക്കും അവർക്കും നിങ്ങൾ പരസ്പര സ്നേഹവും എന്താ പറയുക പാഷനും എല്ലാം തന്നെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഇൻ കമ്മ്യൂണിക്കേഷനുമാണ്.
എന്ത് സ്റ്റക്ക് സിറ്റുവേഷനും തരണം ചെയ്ത് നിങ്ങൾ വീണ്ടും വീണ്ടും ഒന്നിക്കാറുണ്ട്. ഇൻ കോണ്ടാക്റ്റ് ആണ്. എന്ത് സിറ്റുവേഷൻ ആയാലും അതെല്ലാം തരണം ചെയ്ത് ഒന്നിച്ച് പോകാൻ നിങ്ങൾ രണ്ടുപേരും തന്നെ ശ്രമിക്കുന്നുണ്ട്. ഈക്വൽ എഫേർട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മൂവ് ഓൺ ചെയ്യാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് അവിടെ തോന്നുന്നില്ല. ഈ റിലേഷൻ ഇതുപോലെ തുടർന്ന് പോകട്ടെ എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണ് കേട്ടോ. അവിടെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. സിറ്റുവേഷൻസ് ഉണ്ട്, നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്ന തരം സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷേ അതെല്ലാം നിങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെ നിങ്ങൾ വിചാരിക്കുന്നു. കാരണം രണ്ടുപേരും തന്നെ ഈക്വലി ഇൻവോൾവ് ആണ് ആ റിലേഷൻഷിപ്പിൽ. അതുകൊണ്ട് തന്നെ വെയിറ്റ് ചെയ്യാമെന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. ക്ലാരിഫൈ ദ സ്ട്രെങ്ത്, ക്ലാരിഫൈ ദ സ്ട്രെങ്ത്, ക്ലാരിഫൈ ദ സ്ട്രെങ്ത്, ക്ലാരിഫൈ ദ സ്ട്രെങ്ത്, ക്ലാരിഫൈ ദ സ്ട്രെങ്ത്. 2 of Wands. ഓക്കെ, ഞാൻ അപ്പോഴേ വിചാരിച്ചു. കാരണം സ്ട്രെങ്ത്ത് വരുന്ന അവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. അവിടെ റിസ്കുകളുണ്ട്. തേർഡ് പാർട്ടി അറിഞ്ഞാലുള്ള റിസ്ക് ഫാക്ടേഴ്സ് എല്ലാം അവിടെ ഉണ്ട്. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്ന പേജ് ഓഫ് കപ്സ് ആയിരുന്നു കേട്ടോ. അവിടെ നിങ്ങൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. കാരണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സ്നേഹമായിട്ട് സംസാരിക്കാറുണ്ട്. അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാറുണ്ട്. ഈ റിസ്ക് ഫാക്ടേഴ്സ് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ബാലൻസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങളുടെ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അവർ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, കുറച്ച് ക്ഷമയോടെ മാത്രമേ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ, അതുവരെ നിങ്ങളൊന്ന് ക്ഷമിക്കണം എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അവരുടെ എക്സാക്ട് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മ്യൂച്വൽ എഗ്രിമെൻറ്റിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അവരുടെ സിറ്റുവേഷൻ അറിയാം, ഇതിലുള്ള റിസ്കുകൾ അറിയാം, എല്ലാം അക്സെപ്റ്റ് ചെയ്ത് തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ട്. ക്ഷമയോടെ മുന്നോട്ട് പോകാം എന്ന് ഉള്ള രീതിയിൽ നിങ്ങളും ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ക്ലാരിഫൈ ദ സൺ, ക്ലാരിഫൈ ദ സൺ, ക്ലാരിഫൈ ദ സൺ. ക്വീൻ ഓഫ് കപ്സ്, ലവേഴ്സ്, ടെമ്പറൻസ്. അതായത് അവർ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റിവിറ്റിയുമായിട്ട് വന്ന ഒരാളാണ്. അവർക്കും നിങ്ങൾക്കും പരസ്പര സ്നേഹം വളരെയധികം ഉണ്ട്. നിങ്ങളുടെ റിലേഷൻ ഒരു ബാലൻസിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ടുപേരും തന്നെ ഇമോഷണലി ഈക്വലി ഇൻവോൾവ് ആണ്. രണ്ടുപേരും സ്നേഹം കൊടുത്ത് സ്നേഹം കൈപ്പറ്റുന്നു. വളരെ സ്നേഹമായിട്ട് ബാലൻസായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും ഒരുപാട് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ റിലേഷൻ മൂവ് ഓൺ ചെയ്യേണ്ട ഒരു സാഹചര്യം അവിടെ വരുന്നില്ല. അതുകൊണ്ട് തന്നെ റിലേഷനിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ക്ലാരിഫൈ 9 of Swords, ക്ലാരിഫൈ 9 of Swords, ക്ലാരിഫൈ 9 of Swords. അവിടെ ചെറിയ തടസ്സങ്ങൾ കാണുന്നു. എന്താണെന്ന് നമുക്ക് നോക്കാം. 5 of Cups, the Star, 5 of Wands. സ്ട്രെസ് ഉണ്ട്, മിസ്സിങ് എനർജി ഉണ്ട്. ഒരു പക്ഷേ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം. എന്തൊക്കെയോ തടസ്സങ്ങൾ നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. കാരണം മിസ്സിങ് എനർജി അവിടെ വരുന്നുണ്ട്. ഒരു വെയിറ്റിംഗ് പീരീഡിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആണ് അവർക്ക്. ക്ലാരിഫൈ 5 of Wands. എന്താണ് അവിടെ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഡിവൈൻ? എന്താണ് അവിടെ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ? അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് കേട്ടോ. 3 of Pentacles ആണ്. പക്ഷേ അവർ നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾ അവരുടെ ലൈഫിലുള്ള സ്റ്റാർ സാന്നിധ്യമാണ്. അതായത് നിങ്ങളാണ് അവരുടെ ലൈഫിലെ താരം. അവർ നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുന്നു. നിങ്ങളവരെ മിസ്സ് ചെയ്യുന്ന പോലെ തന്നെ അവരും നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് എന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് തന്നെ സിറ്റുവേഷൻ ആയാലും അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ്. അവർ നിങ്ങളുടെ ലൈഫിലും ഒരുപാട് പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ്. നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്ത് പോകാൻ സാധിക്കുന്നില്ല. അവരെ വിട്ട് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പോലും അവരെ വിട്ട് മുന്നോട്ട് പോകുന്ന കാര്യം നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല എന്നുള്ളൊരു രീതിയാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് അവിടെ വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ. 5 of Pentacles ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ആണ് കാണിക്കുന്നത്. ക്ലാരിഫൈ 5 of Pentacles, ക്ലാരിഫൈ 5 of Pentacles. 7 of Cups, Wheel of Fortune and King of Pentacles. റെസ്പോൺസിബിലിറ്റി, ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റി, കരിയർ, അതെല്ലാമാണ് അവിടെ തടസ്സമായിട്ട് നിൽക്കുന്നത്. പക്ഷെ നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു ഇപ്പോൾ ഉള്ള ഈ തടസ്സങ്ങൾ മാറി എല്ലാം ശരിയായി അവർ നിങ്ങളുടെ അടുത്തേക്ക് വരും എന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ അവിടെ വെയിറ്റിംഗ് പീരീഡിൽ ഇരിക്കുന്നത് കേട്ടോ. ഫൈനാൻഷ്യൽ സിറ്റുവേഷൻസ് ഒക്കെ തരണം ചെയ്ത് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരും എന്ന് നിങ്ങൾക്ക് ഉറച്ച
വിശ്വാസമുണ്ട്, അങ്ങനെ അവർ വാക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ക്ലാരിഫൈ കിങ് ഓഫ് സോർട്സ്, ക്ലാരിഫൈ കിങ് ഓഫ് സോർട്സ്, ക്ലാരിഫൈ കിങ് ഓഫ് സോർട്സ്. 3 of wands, chariot and the death. അവരുടെ ഈഗോ ഇഷ്യൂ ആയിരിക്കാം അവിടെ പ്രശ്നം, ലോങ് ഡിസ്റ്റൻസും ആയിരിക്കാം. ഓക്കെ, ഈഗോ ഇഷ്യൂയോടൊപ്പം തന്നെ അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചിലർക്കെങ്കിലും കാണുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളാണ് അവിടെ. അവരൊരു ഉറച്ച തീരുമാനം നിങ്ങൾക്ക് തന്നിട്ടില്ല, കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നു. എന്നിരുന്നാലും നിങ്ങൾ ഒരു ഹോപ്പിൽ ഇരിക്കുകയാണ്. ഇവർ ഒരു തീരുമാനം നിങ്ങളുടെ അടുത്ത് പറയും, അവരുമായിട്ട് ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് സാധിക്കും എന്നൊരു ഹോപ്പിൽ നിങ്ങൾ ഒരു വിശ്വാസം വെച്ച് പുലർത്തിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. പക്ഷേ ഇവർ ഭയങ്കര ഈഗോ ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ട് പിടിക്കുന്ന ഒരാളാണ് കേട്ടോ. പ്രശ്നങ്ങൾ അവരുടെ രീതിയിൽ മാത്രമേ അവർ സോൾവ് ചെയ്യുള്ളൂ. നിങ്ങളുടെ രീതിയിൽ സോൾവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർക്ക് പറ്റില്ല. എന്നിരുന്നാലും നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹം കാരണം നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കുന്നില്ല. ഇവർ എപ്പോഴെങ്കിലും ഒരു ഉറച്ച തീരുമാനം നിങ്ങൾക്ക് തരും എന്നുള്ളൊരു ഹോപ്പിൽ നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്ന് 6 of swords ആയിരുന്നു. നടുക്കിലേക്ക് വെക്കാം കേട്ടോ. ക്ലാരിഫൈ 6 of swords, ക്ലാരിഫൈ 6 of swords, ക്ലാരിഫൈ 6 of swords. Emperor, Empress, 10 of Pentacles. അത് നിങ്ങളൊരു ഫാമിലി ആണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്തത് കേട്ടോ. തൽക്കാലം ഒരു സെപ്പറേഷനിലൊക്കെ ആയിരിക്കണം. നിങ്ങൾ സ്പൗസാണ്, ഒരു ഫാമിലി, ഒരു പക്ഷേ കുട്ടികൾ, അങ്ങനെയൊക്കെ ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് ഉണ്ട്. നിങ്ങളുടെ സ്പൗസ് നിങ്ങളുടെ അടുത്ത് പിണങ്ങി സെപ്പറേറ്റഡ് ആയിട്ട് ഇരിക്കുകയായിരിക്കണം. ഇപ്പോൾ ഡിവോഴ്സ്ഡ് ആയിരിക്കില്ല, സെപ്പറേറ്റഡ് ആയിരിക്കും കേട്ടോ. 2 സ്ഥലത്തായിട്ട് നിങ്ങൾ ഇരിക്കുകയായിരിക്കും. പക്ഷെ നിങ്ങളുടെ ഇടയിൽ ഒരു ഫാമിലി ഉണ്ട്. ഇടയിലല്ല, നിങ്ങളൊരു ഫാമിലിയാണ്. നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ, ടുഗദർ ഒന്നിച്ച് സപ്പോർട്ട് ചെയ്യാൻ ഒരു ഫാമിലി ഉണ്ട്. കുട്ടികളുണ്ടായിരിക്കാം, അച്ഛനമ്മമാരുണ്ടായിരിക്കാം. അവിടെ നിങ്ങളിൽ ഒരാൾ സെപ്പറേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. അവർ ആ വിഷമതകൾ മാറി, നിങ്ങളോടുള്ള പിണക്കം മാറി തിരിച്ചു വരും എന്ന് ഉറച്ച് വിശ്വസിച്ചിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം അത് നിങ്ങളുടെ ഹസ്ബൻഡാണ് അല്ലെങ്കിൽ വൈഫാണ്. അവരെ ഉപേക്ഷിച്ച് പോകാൻ നിങ്ങൾക്ക് യാതൊരു ആഗ്രഹവും ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരാണോ സെപ്പറേറ്റഡ് ആയിട്ട് പോയത് അവർ തിരിച്ചു വരും എന്നുള്ള ഹോപ്പിൽ മറ്റേ ആൾ വെയിറ്റ് ചെയ്യുകയാണ്. കൂടുതലായും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്നാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അവിടെ വെയിറ്റിംഗ് പീരീഡിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. സ്പൗസ് തിരിച്ചു വരും എന്നുള്ള കുറച്ച് വിശ്വാസത്തിൽ. ഓക്കെ, അങ്ങനെയാണ് കാണുന്നത്. ഓക്കെ, ഇത്രയും പോരെ. ഇന്നത്തെ റീഡിങ് ഇതൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ വീഡിയോ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പും കൂടെ ഒന്ന് ചെയ്ത് തരണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതേപോലെ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാൻ കോൺടാക്റ്റ് ചെയ്തോളൂ. അപ്പോൾ ഇനി പുതിയൊരു റീഡിങ്ങുമായിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫായിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ.